ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ 10 ദ്വീപുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. കരീബിയനിലെ തെക്കേറ്റത്തുള്ള ദ്വീപസമൂഹ രാജ്യമാണ് ഇത്. വിനോദസഞ്ചാരത്തെ ആശ്രയിക്കാതെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് എണ്ണയുടെയും വാതകത്തിന്റെയും വലിയ ശേഖരത്തെ അടിസ്ഥാനമാക്കിയാണ്. കൂടാതെ കാർണിവൽ ആഘോഷങ്ങൾക്കും ഈ ദ്വീപ് പ്രശസ്തമാണ്. നമ്പർ 8, സിംഗപ്പൂർ. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാഷ്ട്രമായി ഇത് ആദ്യകാല ചരിത്രത്തിൽ സിംഗപ്പൂർ ടെമാസെക് എന്നറിയപ്പെടുന്ന ഒരു സമുദ്ര എംപോറിയമായിരുന്നു. ആകെ 287.4 ചതുരശ്ര മൈൽ മാത്രമേ സിംഗപ്പൂരിന് ഏരിയ ഉള്ളൂ. 74% ചൈനീസ് വംശജരും 30% ബുദ്ധമതക്കാരുമാണ് ഇവിടെയുള്ളത്. നമ്പർ 7, സീഷെൽസ് ഐലാൻഡ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 115 ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദ്വീപ സമൂഹ രാജ്യമാണ് ഇത്. ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യവും കുറഞ്ഞ ജനസംഖ്യയുള്ള പരമാധികാര ആഫ്രിക്കൻ രാജ്യവുമാണ് ഇത്. 1976 ജൂൺ 29 സ്വാതന്ത്ര്യം ലഭിച്ച ഈ ദ്വീപിന് വെറും 176 ചതുരശ്ര മൈൽ മാത്രമാണ് ഏരിയ വരുന്നത്. നമ്പർ 6, സൈപ്രസ്. കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലെ ഈ ദ്വീപ് ഇവിടുത്തെ മൂന്നാമത്തെ വലിയതും മൂന്നാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ളതുമായ ദ്വീപാണ്. ഏകദേശം 13,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ആകെ 3,572 ചതുരശ്ര മൈൽ ഏരിയയിലാണ് ഈ ദ്വീപ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്പർ 5, ഗ്രനഡ. കിഴക്കൻ കരീബിയൻ കടലിലെ വെസ്റ്റ് ഇൻഡീസിലെ ഒരു ദ്വീപ സമൂഹ രാജ്യമാണ് ഇത്. ഏകദേശം ഇതിന്റെ ഏരിയ വരുന്നത് 133 ചതുരശ്ര മൈൽ മാത്രമാണ്. 2024 1,14,621 ജനസംഖ്യയുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ജാതിക്ക, മാസ് എന്നിവയുടെ ഉൽപാദനം കാരണം ഗ്രനഡയെ സുഗന്ധി വ്യഞ്ജനങ്ങളുടെ ദ്വീപ് എന്നും വിളിക്കുന്നുണ്ട്. നമ്പർ 4, മാൽദീവ്സ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിനും ഇടയിലാണ് ഈ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വലിപ്പം ആകെ 115 ചതുരശ്ര മൈൽ മാത്രമാണ്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യവും കൂടിയാണ് മാലിദ്വീപ്. ഏഷ്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യവും വിസ്തീർണമനുസരിച്ച് 9ാമത്തെ ഏറ്റവും ചെറിയ രാജ്യവുമാണ് ഇത്. നമ്പർ 3, മാൾട്ട. തെക്കൻ യൂറോപ്പിലെ ഈ ദ്വീപിന് 95 ചതുരശ്ര മൈൽ വിസ്തീർണം മാത്രമേ വലിപ്പമുള്ളൂ. ടെറസ് ചെയ്ത വയലുകളുടെ താഴ്ന്ന കുന്നുകളാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ സവിശേഷത. നിലവിൽ മാൾട്ടയുടെ പ്രധാന സമ്പദ് വ്യവസ്ഥ ചുണ്ണാമ്പുകല്ലിൽ നിന്നുള്ള അവരുടെ തൊഴിൽ ശക്തിയാണ്. BC 5200 മുതൽ ഇവിടെ ജനവാസമുണ്ടെന്ന് കരുതപ്പെടുന്നു. നമ്പർ 2, പിറ്റ്കെയ്ൻ ഐലാൻഡ്. പസഫിക് സമുദ്രത്തിലെ ഏക ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയായി മാറുന്ന തെക്കൻ പസഫിക് സമുദ്രത്തിലെ 4 അഗ്നിപർവ്വത ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഇത്. ഏകദേശം 47 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ ദ്വീപിനുള്ളത്. നമ്പർ 1, നിയു ഐലാൻഡ്സ്. വെറും 100 ചതുരശ്ര മൈൽ മാത്രം വലുപ്പമുള്ള ഇവിടം ലോകത്തിലെ ഏറ്റവും വലിയ പവിഴ ദ്വീപുകളിൽ ഒന്നും കൂടിയാണ്. ഇതിന് ദി റോക്ക് എന്നൊരു വിളിപ്പേരുമുണ്ട്. AD 900-ഓടെയാണ് നിയു ദ്വീപിൽ ജനവാസം തുടങ്ങിയതെന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.